എല്ലാവരും ഖബറിന്റെ ഞെരുക്കത്തിൽ കൊടുങ്ങുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുകയാണ്, ആരാൻ? ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഇന്നലിൽ ഖബരി ലഅതത ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ സഅദ് ബിൻ മുആദ്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖബറിന് വല്ലാത്ത ഞെരുക്കമുണ്ട്, ഖബറിന് വല്ലാത്ത പിടിമുറുക്കമുണ്ട്, ഖബറിൽ വല്ലാത്ത ഞെരുക്കമുണ്ട്. ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖബറിന്റെ പിടിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഖബറിന്റെ പിടിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ലനജാ സഅദ് ബിൻ മുആദ്, അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നേനെ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെന്ന് ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയാ പറയുന്നത്. ആരാണ് സഅദ് ബിൻ മുആദ്? സഅദ് ബിൻ മുആദ് സാധാരണ മനുഷ്യനല്ല, എന്നെയും നിങ്ങളെയും പോലുള്ള മനുഷ്യനല്ല. ആരാണ് സഅദ് ബിൻ മുആദ്? ആദല്ലദീ തഹറക ലഹു അർശുർ റഹ്മാൻ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ആരാണ് സഅദ് ബിൻ മുആദ്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അല്ലാഹുവിന്റെ അർശ് കിടുങ്ങിയത്രേ. മാത്രമല്ല, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ സർവ്വവാതിലുകളും അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തു അത്രേ. മാത്രമല്ല, വശഹിദഹു 70 അൽഫം മിനൽ മലായിക അല്ലദീ മിൻദീലും മിനൽ മനാദീൽ ഖൈറും മിൻഹാ വമാ ഫീഹാ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മെന്തിയിലുണ്ടായിരുന്നു. ആ മെന്തിയിലോ ഈ ദുനിയാവും ദുനിയാവിലുള്ളത് സർവ്വതും കിട്ടുന്നതിനെക്കാട്ടിൽ പോരിശയുള്ള ഒരു മെന്തിയിലുള്ള ആളായിരുന്നു സഅദ് ബിൻ മുആദ്. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഞെരുക്കിയില്ലേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിനോട് സംബന്ധിച്ച അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ഉപ്പൂറ്റി താഴെ കുത്താതെ കാലിന്റെ തള്ളവിരൽ കുത്തി നടന്നു, ഉപ്പൂറ്റി താഴെ കുത്തിയില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ പങ്കെടുത്ത ഹബീബായ മുത്ത് നബിയോട് ചോദിച്ചു സ്വഹാബാക്കൾ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുർസലായ നബിയെ, എന്താണ് അങ്ങ് ഉപ്പൂറ്റി താഴെ മുട്ടിക്കാതെ കാലിന്റെ തള്ളവിരൽ കുത്തി നടന്നതെന്ത് ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, എന്തെന്നറിയുമോ? ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിൽ പങ്കെടുക്കാൻ സ്വഹാബാക്കളുടെ നിര, മലക്കുകളുടെ നിര വല്ലാത്തതായതുകൊണ്ട് എനിക്ക് ഉപ്പൂറ്റി താഴെ മുട്ടിക്കാൻ കഴിഞ്ഞില്ല. അത്രയും ആളുകൾ പങ്കെടുത്ത മരണമായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് വരെ ഞെരുക്കിയെങ്കിൽ, മയ്യത്ത് വരെ ഇടുക്കിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് ചിന്തിക്ക്, നമ്മുടെ മയ്യത്തിൽ എത്ര പേരാ പങ്കെടുക്കുന്നത്? ഒരു 10 പേര് പങ്കെടുക്കുമോ? 100 പേര് പങ്കെടുക്കുമോ? നമ്മുടെ മയ്യത്തിൽ എത്ര പേര് വന്ന് നമ്മളോട് പങ്കെടുക്കാൻ വരും? നമ്മൾ നാടിൻ്റെ പ്രധാനപ്പെട്ടവരല്ല എങ്കിൽ, നമ്മൾ നാടിൻ്റെ പ്രധാനപ്പെട്ടവരല്ല എങ്കിൽ, നമ്മൾ നാടുമായി പുലബന്ധമില്ലാത്തവരാണെങ്കിൽ, ആരെയും മാനിക്കാത്തവരാണെങ്കിൽ, നിന്റെ മയ്യത്തിനെ മാനിക്കാൻ ആര് വരും? എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അതുകൊണ്ട് നീ ഒന്ന് നന്നാവ്. സഅദ് ബിൻ മുആദിന്റെ കാര്യമാ പറഞ്ഞത്. സഅദ് ബിൻ മുആദ് ഇത്രത്തോളം പോരിശയുള്ള അല്ലാഹുവിന്റെ അർശ് കിടുങ്ങുന്നത് സാധാരണ ത്വലാഖ് ചൊല്ലുമ്പോൾ മാത്രമാണ് റബ്ബിന്റെ അർശ് കിടുങ്ങാറ്. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന് കേട്ടപ്പോൾ അർശ് കിടുകിടാ വിറച്ചു എന്നാണ്. അത്രത്തോളം വല്ലാത്ത ഒരു സംഭവം ഉണ്ടായി എന്ന് അർശിന് വരെ തോന്നിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് നന്നാവ്, അല്ലാഹുവിലേക്ക് അടുക്ക്. ഈ ശഅബാൻ മാസമാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ല്, മുത്തുനബിയുമായിട്ടൊന്നടുക്ക്. റഹ്മാനെ, റമദാൻ ആകുന്നതിന് മുമ്പ് തന്നെ ഈ ശഅബാൻ മാസത്തിൽ ശഅബാനു ശഹരി, ശഅബാൻ മാസം എൻ്റെ മാസമാണ്, ഹബീബിന്റെ മാസമാണെന്ന് ഹബീബി വ റൂഹി വ ഖൽബി മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ല് 50 സ്വലാത്ത് ഒരാൾ നിത്യം 50 സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാന്റെ ഹബീബ് അവൻ ഹസ്തദാനം ചെയ്യുമത്രേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുടങ്ങാതെ ചൊല്ലിക്കോ. 50 പുറത്ത് ചൊല്ലുന്നവരാണ് ഈ താഴത്തറയിലുള്ളവർ. അറിയാൻ കഴിഞ്ഞത് പുരുഷന്മാരെ കാട്ടിൽ കൂടുതൽ സ്വലാത്തും ദിക്റും ചൊല്ലുന്നവരാണ്. കാരണം അവരുടെ ഒരു വിളിയുണ്ട്, അല്ലാഹ് അല്ലാഹ് എന്നൊരു വിളിയുണ്ട്. ആ വിളിമതി ആ പെണ്ണിന്റെ വിളിമതി സ്വർഗം കിട്ടാൻ. ഈ മലപ്രഭാഗത്തൊക്കെ അങ്ങനെയാണ്. കാസർഗോഡ് പോയാലും എവിടെ പോയാലും എവിടെ ചെന്നാലും അവരുടെ ഒരു വല്ലാത്ത ഒരു വിളിയുണ്ട്. പറയണ്ട, ചോദിക്കുന്നതിന് മുമ്പ് അവർ ഞൂരുകയാണ്. സ്വർണമെങ്കിൽ സ്വർണം, വളയെങ്കിൽ വള. ഇടി കിട്ടുന്നത് പിന്നെയല്ലേ, വീട്ടിൽ ചെന്നതിന് ശേഷമല്ലേ ഇവിടെ ഊരിക്കൊടുക്കാവല്ലോ. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഊരിക്കൊടുക്കാം. അല്ലോ റബ്ബേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ സഹോദരിമാരെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ.